പത്മനാഭൻ വക്കീലെ, സെന്റർ ഷുഡ് ഇന്റർഫിയർ at the earliest. അല്ല, ഞാനിതില് ഞാൻ മറുപടി പറയുന്നതിന് മുന്നേ ഇതിന് ഒരു വലിയ ചരിത്രമുണ്ട്. 1995 ആരംഭിച്ചതാണ് ഇത്. നമ്മളിത് ചെറുതായി കാണണ്ട. കാരണം 92 അയോധ്യ സംഭവത്തിന് ശേഷം കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ കരസ്ഥമാക്കാൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗിന്റെ കൈവശം അവരുടെ ഒരു കുത്തകയായിരുന്ന മുസ്ലിം വോട്ടുകൾ, മുസ്ലിം മേഖലയിലെ സ്വാധീനം അത് കരസ്ഥമാക്കാൻ CPM നടത്തിയ പല പല പരീക്ഷണങ്ങളിൽ ഒന്നാണ് അൻവർ. അതിന് സത്യം പറഞ്ഞാൽ 95 പഞ്ചായത്ത് ഇലക്ഷൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും ഇടതുമുന്നണിയും ലീഗ് വിമതരും ചേർന്ന് ഭരിച്ചതാണ്. അതിന് മലപ്പുറം മുനിസിപ്പാലിറ്റി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ അത്ഭുതകരമായ വിജയം നേടി ഇടതുമുന്നണി. അവരുടെ സഹായത്തോടു കൂടി, അവിടുത്തെ ലീഗ് വിമതരുടെ സഹായത്തോടുകൂടി. 96 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ INL CPM മുന്നണിയിൽ വന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പരീക്ഷണങ്ങളാണ്. അതില് അബ്ദുൾ നാസർ മദനി ഇടയ്ക്ക് കയറി വന്നു. പിന്നീട് കാരാട്ട് അബ്ദുൾ റസാഖ് വന്നു. നമ്മളെ താനൂർ MLA ഇപ്പോഴത്തെ അബ്ദുറഹിമാൻ മന്ത്രി വന്നു. അങ്ങനെ പലരും വന്നു. ജലീൽ വന്നു, അൻവർ വന്നു. ഇതൊക്കെ ലീഗിനെ തകർക്കാൻ, ലീഗിനെ തകർത്ത് മുസ്ലിം മേഖലയിൽ മലപ്പുറം ജില്ലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള CPMന്റെ ശ്രമത്തിൽ അവർ നടത്തിയ പരീക്ഷണങ്ങളിലാണ്. ഇതൊക്കെ പരാജയപ്പെട്ടു. നിങ്ങൾ നോക്കിക്കോ, ഇനി സംഭവിക്കാൻ പോകുന്നത് അബ്ദുറഹിമാന്റെയും ജലീലിന്റെയും കാര്യത്തിലാണ്. ഫസ്റ്റ് മലപ്പുറം മുനിസിപ്പാലിറ്റി 1.5 കൊല്ലം കൊണ്ട് പൊട്ടിപ്പോയി. പിന്നീട് നമ്മളെ ഇവിടെ നമ്മളെ അബ്ദുൾ നാസർ മദനി, അത് വലിയ തലവേദനയായി. ഇങ്ങനെ പലരും ഇപ്പോ കാരാട്ട് അബ്ദുൾ റസാഖ് കൊടുവള്ളിയിൽ ജയിച്ച ആള്, അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും വന്നു. അദ്ദേഹത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനി ഇതപ്പോ അൻവർ പൊട്ടി. ഇനി 2 ബാക്കിയുണ്ട്. ഒന്ന് ജലീലും പിന്നെ ഒന്ന് നമ്മുടെ അബ്ദുറഹിമാനാണ്. അപ്പോ ഇതൊക്കെ പൊട്ടും. കാരണം ഇത് CPM ചെയ്യണം. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ട പണിയല്ല CPM ചെയ്തത്. അതായത് തീവ്ര നിലപാടുള്ള ആളുകൾ, ലീഗിനേക്കാൾ തീവ്ര നിലപാടുള്ള ആളുകൾ, അവരെ കൂടെ കൂട്ടുക. പിന്നെ ഈ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, കച്ചവടം, ഇതൊക്കെയുള്ള ആളുകളെ കൂടെ കൂട്ടുക. അങ്ങനെയാണ് ഈ അൻവറൊക്കെ കൂടെ. അൻവറിന്റെ അവിടെ ഒരു വാട്ടർ തീം പാർക്കിനെതിരെ കേരള ഹൈക്കോടതി എത്ര ഉത്തരവ് പാസാക്കി. മലപ്പുറം ജില്ലാ കളക്ടർക്ക് ദിവസം ഉത്തരവ് കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നില്ലേ പൊളിച്ചു മാറ്റാൻ. അവിടെ പുഴയുടെ ഗതി മാറ്റി വിട്ടില്ലേ. എന്തൊക്കെ നടന്നു. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടു നടന്നാൽ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആവും. ഭസ്മാസുരന് വരം കൊടുത്തതാണ് CPM. ഇങ്ങനത്തെ ആളുകളെ കൊണ്ടു നടന്നിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇത് സംഭവിക്കും എന്ന് എല്ലാവർക്കും അറിയാമായി. ഞങ്ങളിത് അന്നേ പറഞ്ഞാണ്. അപ്പൊ ഇതാണ് കേരളത്തിൽ ഈ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവര് ഈ CPM ഇപ്പൊ അൻവറിനെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, 2020 CAA നിയമം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം തയ്യാറെടുത്തപ്പോൾ കോഴിക്കോട് നടന്ന റാലികൾ, അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ, മുഖ്യമന്ത്രി പങ്കെടുത്ത റാലിയിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത റാലിയിൽ വിളിച്ച മുദ്രാവാക്യം 21 മാപ്പിളക്കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ഗുരുതരമായ വർഗീയ പ്രീണനം, മുസ്ലിം വർഗീയതയെ ആളിക്കത്തിച്ച് ലീഗിനെ പോലും സാധിക്കാത്ത രീതിയിൽ അത് ഫലപ്രദമായി ഉപയോഗിച്ച് ഇവർ മുസ്ലിം വോട്ടുകൾ നേടിയെടുത്തു. 2021 തിരിച്ചു വരവിന് ഒരു വലിയ കാരണം അതാണ്. ഇപ്പൊ ഇതൊക്കെ CPM ചെയ്തത് ഇന്ന് CPMന് വിനയായിരിക്കുക. കാരണം ഈ വന്ന ആളുകളൊന്നും സതുദ്ദേശത്തോടു കൂടി വന്നതല്ല. ഇവരാരും സതുദ്ദേശത്തോടു കൂടി വന്നതല്ല. ഇവർക്കൊക്കെ ഹിഡൻ അജണ്ടയുണ്ട്. അബ്ദുൾ നാസർ മദനിക്ക് ഹിഡൻ അജണ്ടയുണ്ട്, അൻവറിന് ഹിഡൻ അജണ്ടയുണ്ട്, ജലീലിന് ഹിഡൻ അജണ്ടയുണ്ട്. ഇനിയിപ്പം അടുത്ത് ബഹളം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർക്കോ എല്ലാവർക്കും ഹിഡൻ അജണ്ടയുണ്ട്. ഹിഡൻ അജണ്ടയായി വന്നവരാണ് ഇവരൊക്കെ. അപ്പൊ ഇത് സ്വാഭാവികമാണ് ഈ പൊട്ടിത്തെറി. ഇനി ഇത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പലതും നമ്മൾ കേൾക്കും. അതായത് ഈ 2020 സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്
എന്തൊക്കെ പറഞ്ഞാലും കുറെ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടിയിട്ടില്ല എപ്പോഴും. ആ ചോദ്യങ്ങൾക്കൊക്കെ കേരളത്തിന് ഈ പൊട്ടിത്തെറിയിൽ ഉത്തരം കിട്ടും. അനിൽ നമ്പ്യാർ കാത്തിരുന്നോ, നമുക്ക് അന്ന് കിട്ടാതെ പോയ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകും. എനിക്ക് സ്വാഭാവിക നീതി കിട്ടണം, അതേ ഉള്ളൂ. അല്ലല്ല നമ്പ്യാർജി, ഒരൊറ്റ കാര്യമുള്ളൂ. എലക്ഷൻ അടുക്കുമ്പോൾ കിട്ടേണ്ട നീതിയല്ല കേരളത്തിന് വേണ്ടത്. അത് പത്മനാഭൻ സാർ ഒന്ന് ശ്രദ്ധിക്കണം. സാർ പറഞ്ഞതൊക്കെ മനസ്സിലായി. ഇതുമായി കണക്ട് ചെയ്ത് എന്താ പറയുക മറ്റു കേസുകൾ പൊന്തി വരും എന്നൊക്കെ ആണെങ്കിൽ എന്റെ ചോദ്യം, ഈ ഗോൾഡ് കേസ്, സ്വപ്നയുടെ ഗോൾഡ് കേസ് എവിടെ എത്തി നിൽക്കുന്നു? ഇനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷനോ നിയമസഭ ഇലക്ഷനോ വരെ കാത്തു നിൽക്കണോ ജനം? അത് ശരിയായ നടപടിയല്ല. അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് സമയം ആയിട്ടൊന്നും വരും എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഈ പങ്ക് കച്ചവടക്കാർ തമ്മിൽ തെറ്റുമ്പോൾ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ കേരളത്തിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടാതിരുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇലക്ഷനായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടില്ല. സാറേ, ഇലക്ഷൻ അല്ല ഇതില് ചോദ്യം. നമ്മുടെ സ്മഗ്ലിംഗ് കേസ് എന്തായി? ഒന്നും ആയില്ല, ഇപ്പോഴും പെൻഡിങ്. ഇനി ഇതിലൊന്നും അറിയാത്ത ഇപ്പൊ കരുവന്നൂര് കേസ്, ഇവിടെ എത്ര പേര് പറഞ്ഞു AC മൊയ്തീന്റെ 40 ലക്ഷം രൂപ സീസ് ചെയ്തു, അത് ഹൈക്കോടതി വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അതിപ്പോ ഒരു ന്യൂസ് അല്ല. അപ്പൊ ഇതുപോലെ പോകുന്നത് എന്തുകൊണ്ടാ? ഇത് കേന്ദ്രം അന്വേഷിച്ച കേസുകളാണ് അതൊക്കെ. അതിലെ പ്രശാന്ത് എന്ന് പറഞ്ഞ ഓഫീസറെ മാറ്റി പകരം ഇവിടുന്ന് LDF-നെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഇത് സാധാരണ ജനങ്ങളുടെ ചോദ്യം. സാധാരണ ജനങ്ങളുടെ ചോദ്യം ഇത് ആർക്കെങ്കിലും അറിയോ?